ഹായ്, ദിസ് ഈസ് യുവർ ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ഡയറ്റോക്സിനെ കുറിച്ചാണ്. ഡെയിലി ഡയറ്റോക്സിൽ ഇന്നൊരു 3 മിനിറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ന്യൂട്രീഷൻ എന്താണെന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബേസിക്സ് ആണ് നമ്മളത് പറയാൻ പോകുന്നത് ആൻഡ് വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ നടക്കുന്നുണ്ട്, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ന്യൂട്രീഷൻ്റെ ബേസിക്സോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന എക്സ്പ്ലെയിൻ ചെയ്യും. കേട്ടിരുന്നു. ടു ബി ഫ്രാങ്ക്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒരു ജീവജാലത്തിൻ്റെ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ ഊർജ്ജം നേടുകയും അതിൻ്റെ ശരീരത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആ ഊർജ്ജത്തെ നിലനിർത്താൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതെല്ലാ ഓർഗാനിസംസിലും എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെയാണെന്ന് വെച്ചാൽ അല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഒരു അമീബയിൽ ഈ ന്യൂട്രീഷൻ പ്രോസസ്സ് നമ്മളെ പോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചാൽ അല്ല. അത് ഇര പിടിക്കുന്ന രീതി, അതിൻ്റെ ഡൈജഷൻ, അതിൻ്റെ എക്സ്ക്രീഷൻ, ഇതെല്ലാം നമ്മളെക്കാൾ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ബേസിക്കലി എല്ലാ ഓർഗാനിസംസും പ്രോസസ്സ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തിനാണ് ഈ ഫുഡ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബയോ കെമിക്കൽ റിയാക്ഷൻസ് നടത്താൻ, നമ്മുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, എനർജി ബാലൻസ് കീപ്പ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഭക്ഷണം അത്യാവശ്യമാണ്. ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങളും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെയല്ല ഈ ഒരു ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷനാണ്. ആൻഡ് സ്റ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോരോ ഘട്ടങ്ങളുണ്ട്. അതായത് നമ്മൾ ആഹാരം ഇൻടേക്ക് ചെയ്യുന്ന ഇൻജക്ഷൻ ഓഫ് ഫുഡ്, അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ച് നമ്മുടെ ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളത്തിലൂടെ ഇതെവിടെ എത്തും? സ്റ്റൊമക്കിലേക്ക് എത്തും. സ്റ്റൊമക്കിൽ നടക്കുന്ന ഡൈജഷൻ ഓഫ് ഫുഡ്. ഡൈജഷൻ സ്റ്റൊമക്കിൽ മെക്കാനിക്കൽ ഡൈജഷൻ നടക്കും, കെമിക്കൽ ഡൈജഷനും നടക്കും. ആൻഡ് സെയിം നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഡൈജഷൻ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നമ്മൾ ഈ ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് നടക്കും. മൂന്നാമത്തെ സ്റ്റെപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് നമ്മുടെ ബ്ലഡിലേക്ക് ഇത് അബ്സോർബ് ചെയ്യുന്നു. ഇത് ശരീരത്തിൻ്റെ വിവിധ സെല്ലുകൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കൊടുക്കുന്നു. അസിമിലേഷൻ പ്രോസസ്സാണ് നാലാമത്തത്. ദെൻ ഫിഫ്ത്ത് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് വേസ്റ്റിനെ ഇജക്റ്റ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ ഇജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റസ്. ഇതാണ് നമ്മുടെ അതായത് നമ്മുടെ ന്യൂട്രീഷൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റേജസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷൻ പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓരോ ജീവജാലങ്ങളിലും ഡിഫറൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന പോലെയല്ല ഒരു അമീബ ഇൻടേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമീബയെ പോലെയുള്ള ഒരു ഹൈഡ്ര പോലുള്ളൊരു മൾട്ടി സെല്ലർ ഓർഗാനിസം അതിന് ഇൻടേക്ക് ചെയ്യുന്നത്. അപ്പം ഓരോ ഓർഗാനിസംസിലും അതായത് ഇൻജക്ഷൻ ഓഫ് ഫുഡ് വ്യത്യാസമാണ്, ഡൈജഷനും വ്യത്യാസമാണ്, അബ്സോർഷനും അസിമിലേഷനും ഇജക്ഷനും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഇതിനനുസരിച്ചാണ് നമ്മൾ ഈ ന്യൂട്രീഷനെ ഹ്യൂമൻസിൻ്റെ കേസിൽ സെപ്പറേറ്റ് ചെയ്യുന്നതും മറ്റ് ഓർഗാനിസംസിൻ്റെ കേസിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഞാൻ ഈ പറയുന്ന കാര്യം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഒരു +2 കഴിഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ 9ാം ക്ലാസ് 8ാം ക്ലാസ് തുടങ്ങുന്ന സമയത്തൊട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിപ്പം ഈ ഒരു ബേസിക്കിലൂടെ പറഞ്ഞു തരുന്നത്. നമുക്ക് അവിടുന്ന് അന്ന് തൊട്ടുള്ള ബേസിക്സ് കൃത്യമായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഫെയിലായി പോകും. അതായത് നിങ്ങൾക്കൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ എന്തിനാ ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ പറ്റിക്കാൻ ഒരുപാട് പേര് ഈ ന്യൂട്രീഷൻ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ വെറുതെ ഒരു സയൻസ് ബേസും ഇല്ലാതെ വെറുതെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റണം. ഇത് ശരിക്കും പറഞ്ഞാൽ ദിസ് ഈസ് എ ഹെൽത്ത് റെവല്യൂഷൻ കണ്ടക്റ്റഡ് ബൈ മീ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് നോക്കി വണ്ണം കുറയ്ക്കുന്നു, യൂട്യൂബ് നോക്കി ഡയറ്റ് ഫോളോ ചെയ്യുന്നു, അങ്ങനെ ഫെയിലാവുന്നു, ചിലർ മരിച്ചു പോയവരുണ്ട്. അപ്പോൾ അതിനൊക്കെതിരെ നമുക്കൊരു ഹെൽത്ത് റെവല്യൂഷൻ, അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് ഫോർ മോർ.